വഖഫ് ഭേദഗതി ബില്ലിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ. കറുത്ത ബാഡ്ജ് അണിഞ്ഞാണ് സ്റ്റാലിൻ അടക്കമുള്ള DMK അംഗങ്ങൾ ഇന്ന് തമിഴ്നാട് നിയമസഭയിൽ എത്തിയത്. മുഹമ്മദ് റഹീസ് വാർത്തയോട് ചെയ്യുന്നു. റഹീസ്, എപ്പോഴും ഒരു പടി കടന്ന് നടപടികൾ സ്വീകരിക്കുന്ന പാർട്ടിയാണ് DMK അല്ലെങ്കിൽ എം കെ സ്റ്റാലിൻ. ഏത് രീതിയിലാണ് ലോക്സഭയിൽ പാസ്സായ അല്പസമയത്തിലും രാജ്യസഭയിലും പാസ്സാകാൻ പോകുന്ന വഖഫ് ബില്ലിനോട് തമിഴ്നാടിന്റെ പ്രതികരണം? റഹീസ്. ആഷ്മി, മൊത്തത്തിൽ തമിഴ്നാട്ടിൽ ഈ വഖഫ് ഭേദഗതി ബില്ലിനെതിരാണ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊക്കെ. അത് DMK ആയിക്കോട്ടെ, AIADMK ആയിക്കോട്ടെ. നേരത്തെ തമിഴ്നാട് നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ബില്ലിനെതിരെ, ഭേദഗതി ബില്ലിനെതിരെ ഒരു പ്രമേയം കൊണ്ടുവരികയും അത് AIADMK ഉൾപ്പെടെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അത്തരത്തിൽ അന്ന് മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന ബില്ലാണ് എന്ന് DMK അറിയിച്ചു. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിൽ സംശയമുണ്ടെന്ന് AIADMKയും ആവർത്തിച്ചു. അന്ന് ഈ അമിത്ഷായൊക്കെ കണ്ട് സഖ്യസാധ്യതകൾക്കുള്ള ആ ഒരു വാതിൽ തുറക്കുന്നതിന് മുൻപായിരുന്നു AIADMKയുടെ പ്രതികരണം. എന്തായാലും അവരും നിലവിൽ കാര്യത്തിൽ ഒരു മറുപുറം അല്ലെങ്കിൽ മറ്റൊരു നിലപാടിലേക്ക് മാറിയിട്ടില്ല. എന്തായാലും എം കെ സ്റ്റാലിൻ ഇന്ന് നിയമസഭയിൽ രൂക്ഷമായ വിമർശനമാണ് കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയത്. രാത്രി 2 മണിക്ക് ഒരു ബില്ല് പാസ്സാക്കുക എന്ന് പറയുന്നത് അപൂർവമാണ്. ഒപ്പം തന്നെ ഇത്രയധികം എതിർപ്പ് നേരിടുന്ന ഒരു ബില്ല് രാത്രി 2 മണിക്ക് പാസ്സാക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ആ ഒരു നീക്കം എത്രമാത്രം എതിർപ്പുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. ഒപ്പം തന്നെ ഇത് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാനാണ് DMKയുടെ തീരുമാനം. ഒരു പ്രത്യേക വിഭാഗത്തിന്റെ അവകാശങ്ങളെ കവരുന്ന യാതൊരു തരത്തിലുള്ള നീക്കത്തെയും DMK പിന്തുണയ്ക്കില്ല. അങ്ങനെ അത്തരത്തിൽ ഇന്ന് DMK അംഗങ്ങളൊക്കെ കറുത്ത ബാഡ്ജ് അണിഞ്ഞുകൊണ്ട് നിയമസഭയിലേക്ക് എത്തുന്നു. പൊതുവിൽ തമിഴ്നാട്ടിൽ ആകമാനം വഖഫ് ഭേദഗതി ബില്ലിനെതിരായിട്ടുള്ള ഒരു വികാരമാണ് ഉണർന്നു വരുന്നത്. പ്രത്യേകിച്ച് BJPയും അത്ര കണ്ട് തമിഴ്നാട്ടിൽ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണം ഇതുവരെയും നടത്തിയിട്ടില്ല. ഹാഷ്മി. ഓക്കെ, മുഹമ്മദ് റഹീസാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഓക്കെ.